പ്രോക്രിയേറ്റ് അനിമേഷൻ. ആപ്പിൾ ലോഗോ സിമ്പിൾ ആയിട്ട് അനിമേറ്റ് ചെയ്ത് നോക്കിയാലോ. ഈ പാർട്ടിക്കിൾസ് മൂവ്മെന്റ് ചെയ്യുന്നതിന്റെ ഫ്രെയിം ഗൈഡ് ലൈൻ വരയ്ക്കണം. ഈ പോയിന്റ്സിലാണ് എല്ലാ ഫ്രെയിമും വരയ്ക്കേണ്ടത്. ടോട്ടൽ 41 ഫ്രെയിംസ് ആണ് ഈ പാർട്ടിക്കിൾസിന് മാത്രമായിട്ടുള്ളത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതാണ് റഫ് അനിമേഷൻ. ഈ സർക്കിളിന്റെ മൂവ്മെന്റിന് ഒരു അനിമേറ്റഡ് ഫീൽ കിട്ടാൻ വേണ്ടി ചെറിയ പാർട്ടിക്കിൾസ് വരച്ചു കൊടുക്കാം. ബേസിക് ആയിട്ടുള്ള ലെയർ, ഫ്രെയിംസ് ഇതൊക്കെയാണ് ഇതുവരെ പറഞ്ഞിരുന്നത്. ഇനി അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കടന്നാൽ ഇതിന്റെ ഓരോ ഫ്രെയിമിലും ഈ അനിമേഷന്റെ റഫ് സ്കെച്ച് നമ്മൾ വരച്ചിട്ടുള്ളതാണ്. ഇനി ഇതുപോലെ തന്നെ എല്ലാ ഫ്രെയിമിലും മെയിൻ സബ്ജക്റ്റ് കൂടി വരയ്ക്കണം. അതിന് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഒരു പുതിയൊരു ലെയർ ആഡ് ചെയ്താൽ ശരിയാവില്ല. ഔട്ട്ലൈൻ വരച്ച സെയിം ഫ്രെയിമിൽ തന്നെ മെയിൻ സബ്ജക്റ്റും വരയ്ക്കണം. ഒന്നില്ലെങ്കിൽ ആ കറണ്ട് ഫ്രെയിമിലെ റഫ് സ്കെച്ച് ഇറേസ് ചെയ്ത് കളയണം. ഇങ്ങനെ ചെയ്താൽ നമ്മളുടെ ബേസിക് ഔട്ട്ലൈൻ മിസ്സായി പോകും. അപ്പോൾ നമുക്ക് ചെറിയൊരു ട്രിക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ വരയ്ക്കേണ്ട ഫ്രെയിമിന്റെ തൊട്ടു മുകളിലായി ഒരു പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു പുതിയൊരു ഫ്രെയിം ക്രിയേറ്റ് ആയി. ഈ 2 ഫ്രെയിമുകളും സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യണം. ഇപ്പോൾ ഈ 2 ലെയറുകളും ഒരൊറ്റ ഫ്രെയിമിലായി വന്നു. ഇനി ഈ ഗ്രൂപ്പിനുള്ളിലെ ന്യൂ ലെയറിൽ മെയിൻ സബ്ജക്റ്റ് വരയ്ക്കാം. സംഭവം ഇത് വളരെ സിമ്പിൾ ആണ്. ഞാൻ പറഞ്ഞു കൊളാക്കിയൊന്നും എനിക്കറിയില്ല. ഒരു വട്ടം കൂടി കേട്ട് നോക്കിയാൽ ക്ലിയർ ആവും. ഇങ്ങനെ എല്ലാ ഫ്രെയിമിനും പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്ത് ഗ്രൂപ്പ് ചെയ്ത് മെയിൻ സബ്ജക്റ്റ് വരച്ചെടുക്കാം എല്ലാ ഫ്രെയിമിലും. ഈ സെയിം മെത്തേഡിൽ തന്നെ ആപ്പിൾ ലോഗോ അനിമേറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 100 ഫ്രെയിംസ് ആയിട്ടുണ്ടാവും. ഫൈനൽ ഔട്ട്.